ഹായ് ഹലോ ഗായ്സ് ഓണൊക്കെ അടിച്ച് പൊളിച്ചില്ലേ? എൻ്റെ ഇപ്രാവശ്യത്തെ ഓണം നല്ല തിക്കും തിരക്കുള്ള ഓണമായിരുന്നു കേട്ടോ. ഈ കാണുന്നത് നമ്മുടെ തിരുവോണത്തിൻ്റെ അന്ന് കഴിച്ച സദ്യയാണ്. സദ്യയിൽ പായസം രണ്ടും ഓർഡറായിരുന്നു, ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയത് തന്നെ. അങ്ങനെ സദ്യ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഷിനുവിൻ്റെ മുഖം വാടിയിട്ടിരിക്കണ കണ്ടില്ലേ? വേറെ ഒന്നല്ല, സദ്യ കഴിച്ച് നേരെ എൻ്റെ വീട്ടിലോട്ട് പോകാനുള്ള കാര്യം പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞ പോലെ തന്നെ നേരെ സദ്യ കഴിഞ്ഞതും വീട്ടിലോട്ട് വിട്ടു. അപ്പോൾ ഈ കാണുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അമ്പലപ്പറമ്പിലുള്ള ഓണപ്പരിപാടികളാണ് കേട്ടോ. ഇതെല്ലാ കൊല്ലം നടക്കാറുണ്ട് കേട്ടോ. ഇത്തവണ വീടിൻ്റെ അവിടെ 2 സ്ഥലങ്ങളിലായിരുന്നു കേട്ടോ ഓണപ്പരിപാടി ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ആൾക്കാരുടെ എണ്ണം കുറവ്, അല്ലെങ്കിൽ ഇതിനായിട്ടും കൂടുതൽ ആൾക്കാരുണ്ടാവും. പിന്നെ മഴവില്ലനായതുകൊണ്ട് വരാനുള്ള മടി ആൾക്കാർക്കുണ്ട്. ഷീനു ആദ്യമായിട്ടോ ഇങ്ങനത്തെ ഓണപ്പരിപാടികളൊക്കെ പങ്കെടുക്കുന്നത്. അവൻ വീട്ടിലോട്ട് വരാൻ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ചേച്ചിയുടെ മക്കളൊക്കെ ഉണ്ടല്ലോ, അവരായിട്ട് കളിക്കാമെന്നും പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഓണക്കളികളെല്ലാം കഴിഞ്ഞിട്ട് വൈബ് മാറിയിട്ടില്ല എന്നും പറഞ്ഞിട്ട് രാത്രി വീട്ടിലെത്തിയപ്പോൾ പാട്ടും വെച്ച് ഡാൻസ് കളിക്കലായിരുന്നു കേട്ടോ പിന്നത്തെ പരിപാടി. അപ്പോൾ ഈ കാണുന്ന ഞാനല്ല, എൻ്റെ ടിൻസിസിൻ്റെ മോളും പിന്നെ മൂത്ത ചേച്ചിയും പിന്നെ നമ്മുടെ കസിൻ ബ്രദറിൻ്റെ മോളും കൂടിയിട്ട് ഡാൻസ് കളിക്കുന്നതാണ്. പിന്നെ ഈ കാണുന്ന രംഗം പിറ്റേ ദിവസത്തെയാണ്, അതായത് തിരുവോണം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം. വേറെ അങ്ങോട്ടല്ല, നമ്മൾ പണ്ടൊക്കെ കല്യാണത്തിന് മുന്നേ മാമൻ്റെ വീട്ടിലൊരു പോക്കുണ്ടല്ലോ, അത് ഇപ്രാവശ്യം എന്തൊക്കെ കൊല്ലങ്ങൾക്ക് ശേഷമാണ് നമ്മൾ മാമൻ്റെ വീട്ടിലേക്ക് ഓണത്തിന് ശേഷം പോകുന്നത്. അപ്പം മാമൻ്റെ അവിടെ പോകാൻ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഈ കാണുന്ന രംഗം തന്നെ, അതായത് വഞ്ചിയിലുള്ള ഈ കറക്കം. അപ്പോൾ ഞങ്ങൾ വേലിയേറ്റ സമയത്തായിരുന്നു കേട്ടോ, വേലിയേറ്റല്ല വേലിയിറക്ക സമയത്തായിരുന്നു വഞ്ചിയിൽ കയറിയത്. അപ്പോൾ വഞ്ചി നീങ്ങില്ല എന്ന് പറഞ്ഞിട്ട് മാമൻ്റെ രണ്ടാമത്തെ മോന് വഞ്ചി തള്ളി നീക്കിയിട്ട് സെറ്റായിട്ട് അങ്ങനെ ഞങ്ങൾ തുഴയാൻ തുടങ്ങി. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കണ്ടൽക്കാട്, നമ്മുടെ ചേറ്റുവ പാലത്തിൻ്റെ അതിൽ കൂടെ പോകുമ്പോൾ ഒരു മിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ട് ഒരു കാട് പിടിച്ചിട്ട് ഇങ്ങനെ വെള്ളത്തിൽ നിൽക്കുന്നത്, അത് നമ്മുടെ ഈ കണ്ടൽക്കാടാണ്. അപ്പോൾ കണ്ടൽക്കാടിൻ്റെ അടുത്ത് പോയപ്പോൾ കണ്ട രംഗാട്ടോ അത്, കുറേ നീർക്കാക്കകൾ കയറുന്നിട്ട് അതിൻ്റെ മേലെ കൂടെ പോകണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടൽക്കാടിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമുക്കതിൽ കയറാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ കയറാനപ്പോൾ ഷീനും ഞാൻ വിചാരിച്ചു അവൻ പേടിക്കുന്നു, നോക്കുമ്പോൾ നല്ല വൈബ് അടിച്ചിട്ടായിരുന്നു കേട്ടോ അവൻ നിൽക്കുന്നത്. അതിൻ്റെ പിന്നാലെ എൻ്റെ ടിന്നും കയറി, ടിന്നിൻ്റെ പിന്നാലെ ഞാനും കയറി കേട്ടോ. പക്ഷെ കണ്ടൽക്കാട് ഞങ്ങൾക്കൊന്നും വലിയ കൗതുകമായിരുന്നില്ല, കുട്ടീസിനായിരുന്നു വലിയൊരു കൗതുകം പോലെ കേട്ടോ. പക്ഷെ കണ്ടൽക്കാടുമ്പോൾ ഇങ്ങനെ കയറി ഇത്ര നേരം ഇരിക്കുന്നത് ഞങ്ങൾ ആദ്യമായിട്ടാണ്. അങ്ങനെ വേലിയിറക്കം കഴിഞ്ഞു, വേലിയേറ്റം വന്നപ്പോൾ നമ്മുടെ വള്ളം സുഖമായിട്ട് പോകാനുള്ള വെള്ളം കയറി വന്നു കേട്ടോ. അവിടെ കുറച്ച് നേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്തപ്പോൾ നമ്മുടെ വള്ളത്തിൻ്റെ കപ്പിത്താനെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം മാമൻ തന്നെയായിരുന്നു കേട്ടോ. അതായത് വഞ്ചി ഇങ്ങനെ തുഴഞ്ഞിരുന്നത് മാമൻ തന്നെയായിരുന്നു. പിന്നെ മാമൻ അമരക്കാരനായിട്ട് നിന്നിരുന്നത് മാമൻ്റെ ഒരു കൂട്ടുകാരൻ ബംഗാളി ചേട്ടനായിരുന്നു കേട്ടോ. പോയി അവന്മാർ തുഴയാൻ വര പഠിച്ചു. പിന്നെ കുറേ ഓൾഡ് സ്റ്റോറികൾ അതും ഇതും ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഏകദേശം ഒന്നും കൂടെ ഒന്ന് വട്ടം തിരിഞ്ഞിട്ട് ഇരുട്ടാവാറായപ്പോൾ ഞങ്ങൾ വള്ളം കരയിലേക്ക് അടുപ്പിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ അടുപ്പിക്കാൻ തുടങ്ങി കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് മാമൻ കുറേ വായോ എന്നും പറഞ്ഞിട്ട് വിളിക്കാൻ തുടങ്ങിയിട്ട് പോയത് ഇത് ഇപ്രാവശ്യം ഓണത്തിനാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ഓക്കെ, ബായ്.